അമേരിക്കയിലെ സാന്റിയാഗോയില് ഒരു ഇസ്ലാമിക് സെന്ററിൽ, അതായത് ഒരു പള്ളിയിൽ വെടിവെപ്പ് ഉണ്ടായി. അതിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 17ഉം 18ഉം വയസ്സുള്ള ആൾക്കാരാണ് ഈ വെടി ഉതിർത്തിയത് എന്നാണ് FBI ഇപ്പോൾ പറയുന്നത്. അതായത് അമേരിക്കയിലെ ഇസ്ലാമിക് സെന്റർ ഓഫ് സാന്റിയാഗോ എന്ന സാന്റിയാഗോയിലെ ഏറ്റവും വലിയ പള്ളിയിലാണ് ഈ വെടിവെപ്പ് നടന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വെടിവെച്ച് പോയതിന് ശേഷം ഈ 17ഉം 18ഉം വയസ്സായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ യുവാക്കള് പിന്നീട് സ്വയം പരസ്പരം വെടിവെച്ച് മരിച്ചതായിട്ടും കൂടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. അത് മാത്രമല്ല, ഈ 17 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ മാതാപിതാക്കള് ഇതിന് മുന്നേ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൻ്റെ മകൻ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ട്, വീട്ടിലുള്ള തോക്കും ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മാത്രമല്ല, ഒരാളുടെ കൂടെ ഒരു കാമഫ്ലാഷ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഒരാളുടെ കൂടെ നടക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്നുള്ള പരാതി ഇതിന് മുന്നേ തന്നെ ഈ വെടിവെച്ച ഒരാളുടെ പാരൻസ് പോലീസിലെ FBI കംപ്ലൈന്റും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് അവർ കണ്ടത് കുറച്ചും കൂടെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള അത്തരം ഹെയ്റ്റ് കണ്ടന്റുകൾ കാണുന്ന ആൾക്കാരാണെന്നുള്ളതും, അതേപോലെ തന്നെ ഇവർ വെടിവെക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധത്തിൽ ഈ ഹേറ്റ് കണ്ടന്റുകൾ അല്ലെങ്കിൽ അത്തരം ഹേറ്റ് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടോന്നും കൂടെ ഈ FBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ: കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പള്ളിയിലെ സുരക്ഷാ ജീവനക്കാരനാണ്. അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടൽ പലരുടെയും ജീവൻ രക്ഷിച്ചുവെന്ന് സാന്റിയാഗോ പോലീസ് മേധാവി സ്കോട്ട് വാൾ പറഞ്ഞു. പ്രതികളായ 17-18 വയസ്സുള്ള 2 യുവാക്കളെ പള്ളിക്ക് സമീപം ഒരു കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അവർ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് പറയുന്നത്. അത് അടിമുടി ഒരു ദുരൂഹതയാണ്. പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെയും പറയാൻ പറ്റുന്നത്, ഇതിന് മുന്നേ അമ്മ ആത്മഹത്യ ചെയ്യും, അതായത് മകൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഈ ഭയങ്കരമായിട്ട് പല ഹേറ്റഡ് ഓൺലൈൻ കണ്ടന്റുകളും കണ്ടിട്ട് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോ വേ. പിന്നെ പ്രതികളിൽ ഒരാൾ മാതാപിതാക്കളുടെ വീട്ടിൽ നിന്ന് 3 തോക്കുകൾ എടുത്തതായി കണ്ടെത്തി. ഒരു ആയുധത്തിൽ വിദ്വേഷപരമായ എഴുത്തുകൾ, ഹെറ്റ് സ്പീച്ച് എഴുതിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതികളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ റേഷ്യൽ പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വംശീയ മേൽക്കോയ്മ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വംശീയ മേൽക്കോയ്മയെ കുറിച്ചുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സാഹചര്യം. അതായത് ഭയങ്കരമായിട്ട് ഹേറ്റ് കൺസ്യൂം ചെയ്യുന്ന, എസ്പെഷ്യലി US ഹേറ്റ്, ഈ ഓൺലൈനായിട്ട് റാഡിക്കലൈസ് ചെയ്യുന്ന, ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റുകൾ, എസ്പെഷ്യലി അത് മുസ്ലിംസിനെതിരെ, സിഖുകാർക്കെതിരെ, ഇമിഗ്രൻസിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള മാസീവ് ആയിട്ടുള്ള ഹേറ്റ് കണ്ടന്റുകൾ അമേരിക്കയിൽ നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ അവിടെയും സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കുറച്ചും കൂടെ ഒരു മീഡിയ ലിറ്ററസി ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അതിൻ്റെ റെട്ടറിക്കും അതിൻ്റെ ഒരു നരേഷൻ സ്റ്റൈലും എല്ലാം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുള്ളത് കൊണ്ട് തന്നെ കിട്ടുന്ന കണ്ടന്റിനെ ആസച്ച് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്ന കണ്ടന്റുകളെ ആസച്ച് അത് കൺസ്യൂം ചെയ്യും, അത് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. അതായത് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഇതിനെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യണം, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് കൺസംഷൻ ഓഫ് ഹേറ്റ് വഴിയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഹേറ്റ് കൺസ്യൂം ചെയ്യുന്ന റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കൊല്ലപ്പെട്ടവർ വെടിവെപ്പിൽ 3 പ്രായപൂർത്തിയായ 3 പുരുഷന്മാരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ പേരുകൾ പിന്നീട് പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചു. കൊല്ലപ്പെട്ട സുരക്ഷാ ജീവനക്കാരൻ 8 മക്കളുടെ പിതാവായിരുന്നു. സമൂഹത്തെ ഏറെ സ്നേഹിച്ച വ്യക്തി. അത് കുറച്ചും കൂടെ അതിൻ്റെ ആ കൊല്ലപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ട് ആ ന്യൂസിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആക്രമണത്തിന് മുന്നേ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, തിങ്കളാഴ്ച രാവിലെ റൺവേ ജുവനൈൽ എന്ന പരാതിയോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. റൺവേ ജുവനൈൽ ഒരു അമ്മ തന്റെ മകൻ ആത്മഹത്യ പ്രവണതയെക്കുറിച്ചും വീട്ടിൽ നിന്ന് 3 തോക്കുകൾ കാണാനില്ലെന്നും പോലീസിനെ അറിയിച്ചിരുന്നു. ആ യുവാവ് കാമഫ്ലാഷ് വസ്ത്രം ധരിച്ച മറ്റൊരാളൊപ്പം ഉണ്ടായിരുന്നു എന്നും വിവരമുണ്ട്. പള്ളിയിലെ ആക്രമണത്തിന് പ്രതികരിക്കുന്നതിനിടയിൽ മറ്റൊരു സ്ഥലത്തും വെടിവെപ്പ് വിവരം ലഭിച്ചു. അവിടെ ഒരു തൊഴിലാളിക്കെതിരെ വെടിയുറുത്തെങ്കിലും ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ജീവൻ രക്ഷപ്പെട്ടു.
ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെയുള്ള ഫെഡറൽ ഏജൻസികൾ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നു. പള്ളിയിലെ സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അപ്പൊ ഇതാണ് ന്യൂസ്. ഇത് നമ്മുടെ നാട്ടിലൊന്നും അധികം ഈ ന്യൂസ് അങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോ ഒരു ഇസ്ലാമിക് സെന്ററിൽ അവിടുത്തെ ഒരു പള്ളിയിലാണ് ഈ വെടിവെപ്പ് നടന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഇതിന് മുന്നേ ഇങ്ങനെ പള്ളികളിൽ കയറിയിട്ട് വെടിവെപ്പ് ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയാ, കഴിഞ്ഞ നൂറ്റാണ്ടില് ആ നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകങ്ങളിൽ ഏകദേശം 1945 വരെ ഉള്ള ഒരു ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം ഇങ്ങനെ തന്നെയാണ് പോയത്. വേൾഡ് വാർ 1, വേൾഡ് വാർ 2, അതിനെതിരെ ജൂതന്മാർക്കെതിരെയുള്ള ഹേട്രഡ്, മാക്സിമം ഹേട്രഡ്, അതിന്റെ മൂലമുണ്ടായിട്ടുള്ള ഈ ഹോളോകോസ്റ്റുകൾ, ഇതെല്ലാം നമുക്കറിയാം. ഒരു പാറ്റേൺ, എന്താ പറയാ, അതേ പാറ്റേൺ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോലെ തോന്നുന്നു. അത് അന്ന് ഈ യഹൂദർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഏറെക്കുറെ മുസ്ലിം കമ്മ്യൂണിറ്റീസിനെതിരെയാണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അത്രയും വലിയ ഹോളോകോസ്റ്റ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ കൂടെ സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഹേട്രഡ് സ്പീച്ച്, അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ, അതേപോലെ തന്നെ ഡോഗ് വിസിലിങ്, അതേപോലെ തന്നെ ഡീഹ്യൂമനൈസിങ് പ്രസ്താവനകൾ, ഇങ്ങനെ ഒരുപാട് എണ്ണം ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലടക്കം ഇപ്പം നമ്മുടെ നാട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ ഹിറ്റ് ചെയ്ത് പറയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എവിടെ, കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ പകരം എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ കാണിച്ചിട്ട് ആ രാഷ്ട്രീയ പാർട്ടിനെയാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ളത്, പറയുന്ന ആള് രാഷ്ട്രീയ പാർട്ടിനെയാണ് പറയുന്നതെന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ആരെക്കുറിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുകയും കൂടെ ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ നൂറ്റാണ്ടിന്റെയും ആദ്യത്തെ കുറച്ച് ദശകങ്ങളിൽ സംഭവിക്കുന്ന സെയിം സാധനം, ഏകദേശം ഒരേപോലത്തെ പാറ്റേണിൽ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. വലതുപക്ഷ ഗവൺമെന്റുകൾ എല്ലാ ഭാഗങ്ങളിലും അധികാരത്തിൽ വരിക, അവരുടെ അടിച്ചമർത്തലുകൾ തുടരുക, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം. പക്ഷെ അത്രയും എക്സ്ട്രീമിറ്റിയിലൊന്നും പോകുന്നില്ല എങ്കിൽ കൂടെ, അതിൻ്റെ ഒരു സാച്ചുറേഷൻ ലെവൽ മീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ കൂടെ നമുക്ക് ആ പാറ്റേൺ ഒരേപോലെ വരുന്നത് കാണാം എന്നുള്ളതാണ്. അപ്പോഴാണ് ഇങ്ങനെ 17ഉം 18ഉം വയസ്സൊക്കെ ഉള്ള ആൾക്കാരെ അവരെന്ത് കണ്ടന്റ് ആയിരിക്കും കൺസ്യൂം ചെയ്യുന്ന ഇത്ര അധികം ഹേറ്റഡ് വരാണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളും നമ്മുടെ മക്കളൊക്കെ എന്ത് തരം കണ്ടന്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത്, എന്ത് തരം ഹേറ്റഡ് കണ്ടന്റ് ആണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, അവർ റാഡിക്കലൈസ്ഡ് ആവുന്നുണ്ടോ? ഇനിയിപ്പോൾ അത് മതപരമായിട്ടുള്ള റാഡിക്കലൈസേഷൻ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ റാഡിക്കലൈസേഷൻ ആണെന്ന്, എന്ത് റാഡിക്കലൈസേഷൻ ആണെന്നുണ്ടെങ്കിലും റാഡിക്കലൈസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ആർക്കും അറിയാൻ പറ്റത്തില്ല ഒരാളുടെ ഉള്ളിൽ എന്താണ്, അയാൾ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളത്.